കോൺസെപ്റ്റ് വൈസ് ആണോ പഠിക്കേണ്ടത്, പ്രോബ്ലം സോൾവിംഗ് ആണോ പഠിക്കേണ്ടത്? ഇനി പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ തന്നെ PYQസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ അതിന് എന്ത് അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അതായത് ചില ചാപ്റ്റേഴ്സ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. കോൺസെപ്റ്റ് പഠിച്ച് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. ട്രിഗ്നോമെട്രി പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ പഠിക്കണം. കാരണം ഓരോ ക്വസ്റ്റിനും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, പ്രോബാബിലിറ്റി, സീക്വൻസ് ആൻഡ് സീരീസ്, ബൈനോമിയൽ തിയറം, ഇൻറ്റഗ്രേഷൻ അതായത് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ, ഇതൊക്കെ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാത്ത തിയറിറ്റിക്കലി കുറച്ചുകൂടി കോൺസെപ്റ്റ് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഈ പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കുറച്ചുകൂടി തിയറിറ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി ഗ്രാഫിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ മാക്സിമം പറയുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 200 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്ത ഒരാൾക്ക് ആ ചാപ്റ്ററിന്റെ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും.